എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജീജ. ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പച്ചപ്പുളി രസം. പച്ചപ്പുളി രസം എന്ന് പറയുമ്പോൾ പച്ചപ്പുളി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന രസമല്ല, പച്ചയായിട്ട് തന്നെ കഴിക്കുന്ന രസം. അതായത് നമ്മൾ ചൂടാക്കുന്നില്ല, തിളപ്പിക്കുന്നില്ല, അങ്ങനെ കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് പുളി കുതിരാൻ വയ്ക്കാം. വാളം പുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ചെറുനാരങ്ങ സൈസിൽ പുളി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കാം. ഏകദേശം 1/4 ലിറ്റർ അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് രസത്തിൽ ചേർക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ്. ഏകദേശം 1 ലിറ്റർ അളവിലാണ് നമ്മൾ രസം ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 10-12 ചെറിയ ഉള്ളി, 15 വരെ ആകാം, 4-5 വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക് ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം, ഒരു പിടി മല്ലിയില, കുറച്ച് കറിവേപ്പില. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നിറച്ചും കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇതിൽ മല്ലിയിലയും കറിവേപ്പിലയും ഒഴിച്ചുള്ള എല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി ചതച്ചെടുക്കുമ്പോൾ ഏകദേശം 1/4 കപ്പ് നിറച്ചുണ്ട്. കറിവേപ്പില മുഴുവനെയും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞും ചേർക്കാം. നമ്മൾ ഇതിൽ ചേർക്കുന്ന കുരുമുളക് മുഴുവനുള്ള ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊടി ചേർത്ത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. കുരുമുളക്, ജീരകം രണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ചേർക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെയല്ല. ഇത് ഞാൻ തമിഴ്നാട്ടിലാണ് കൂടുതലും ഈ ഒരു രസം കണ്ടിട്ടുള്ളത്. അവിടെ ഇങ്ങനെയല്ല. പുളിവെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി കൈവച്ച് നന്നായിട്ടാണ് തിരുമ്മി യോജിപ്പിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ല ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് അമർത്തി ഞെക്കി പീച്ചി ഇതിൻ്റെ ജ്യൂസൊന്നും പുറത്ത് വരുത്തേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് പോരാ, നമ്മൾ 1 ലിറ്റർ രസമാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു, ഏകദേശം 1/2 ലിറ്റർ അളവിൽ വെള്ളം ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ടൊന്ന് കലക്കി ഇതിൻ്റെ ഉപ്പ്, പുളി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഉപ്പും പുളിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1 ലിറ്റർ വെള്ളത്തിലിരുന്ന് കുറച്ച് കുറവ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ആവശ്യമായിട്ട് വന്നേക്കും. പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല വെള്ളം ഒഴിക്കാൻ നോക്കുക. നമ്മളിത് ചൂടാക്കുന്നതും തിളപ്പിക്കുന്നതും അല്ല, പച്ചയായിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഫിൽറ്റർ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവും. ഇപ്പം 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലിറ്റർ അളവിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് പുളി ഒക്കെ കറക്റ്റാണ്. നല്ല മണവും ടേസ്റ്റും ആയിട്ടുള്ള ഒരു പച്ചപ്പുളി രസം റെഡിയാക്കിയിട്ടുണ്ട്. പൊന്നിയരിച്ചോറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിലാണ് ഇത് ഏറ്റവും നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മട്ടയരിച്ചോറിൻ്റെ കൂടെയും സൂപ്പറാണ്. ഇതിന് സൈഡ് ഡിഷായിട്ട് ഒരു മീൻ വറുത്തതോ, ഒരു മുട്ട വറുത്തതോ, ഒരു ഉണക്ക മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മതി. അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് മീൻ പെരട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.